Hello everyone, this is Basil. Welcome to iPlus Training Solutions. നമ്മുടെ ബാങ്ക് ഓഫ് ബറോഡയുടെ ഓഫീസ് അസിസ്റ്റന്റ് നമ്മൾ കാലങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു എക്സാമിനേഷനാണ്. ഈ എക്സാമിനേഷൻ്റെ ഡേറ്റ് വന്ന കാര്യം നിതിൻ സാറ് നിങ്ങളെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 22-23 തീയതി ആയിട്ടാണ് എക്സാമിനേഷൻ. 2 ദിവസം കൊണ്ട് ഡിഫറെൻറ്റ് ഷിഫ്റ്റുകളായിട്ടായിരിക്കും നമുക്ക് എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണ് എക്സാമിനേഷന് വേണ്ടി ഫൈനലായിട്ട് ടച്ച് ചെയ്യേണ്ടത്. നമ്മൾ കുറേ നാളുകളായിട്ട് പഠിക്കുകയാണ്, കുറേ നാളുകളായിട്ട് കുറേ പാറ്റേണിലേക്ക് പോയി കുറച്ച് എക്സാംസ് നടക്കുമോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞുള്ള റൂമേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഒരു പഠിത്തം നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് വീണ്ടും എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ബാങ്ക് ഓഫ് ബറോഡ വീണ്ടും പൊടി തട്ടിയെടുത്തപ്പോൾ വീണ്ടും കുറച്ച് പേര് പഠിക്കാൻ തുടങ്ങി. വീണ്ടും അതിൻ്റെ ഒരു സ്ലോ പേസിലേക്കൊക്കെ പോയി ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ആണല്ലോ. അപ്പോൾ ഇപ്പം എന്തായാലും എക്സാമിനേഷൻ്റെ ഡേറ്റ് വന്നു. ആൻഡ് ഇത്തവണ പ്രിലിമിനറി എക്സാമിനേഷനും ഉണ്ട്, മെയിൻസ് എക്സാമിനേഷനും ഉണ്ട് എന്നുള്ള കാറ്റഗറിയാണ്. ഒരുപാട് പേര് ടെൻസ്ഡ് ആയിട്ടുണ്ട്, അയ്യോ 2 എക്സാംസ് ഉണ്ടല്ലോ എന്നുള്ളത്. നിങ്ങളതിൽ ടെൻഷനൊന്നും ആവേണ്ട കാര്യമില്ല. കാരണം പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രിലിമിനറി എക്സാമിനേഷനും മെയിൻസ് എക്സാംസും ഉള്ളത് നല്ലതാണ്. കാരണം വെറുതെ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടിരിക്കുന്ന ആൾക്കാരെല്ലാം പ്രിലിമിനറി അങ്ങ് അടിച്ചു പോകും. പിന്നെ മെയിൻസ് എക്സാം, അതായത് ഇഫ് യു ആർ ക്വാളിഫൈഡ് ഫോർ പ്രിലിംസ് എക്സാമിനേഷൻ, മെയിൻസ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ള ഒരു ഊർജ്ജം കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത. അതായത് നിങ്ങൾ ജോലിയിലേക്ക് ഏറെക്കുറെ അടുത്ത് കഴിഞ്ഞു എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം പ്രിലിംസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ പോലും ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റും. കമന്റ് സെഷനിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചു കണ്ടിട്ടുണ്ടായിരുന്നു, അതായത് ഇനി പഠിച്ചു തുടങ്ങിയാൽ മതിയോ എന്നുള്ള കാര്യം. അപ്പം ആ ഒരു ലക്ഷ്യത്തോടെയാണ് iPlus നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് എക്സാമിനേഷൻ ചോദ്യം വരുന്നത്, എന്താണ് നമ്മുടെ എക്സാമിനേഷൻ്റെ നിലവാരം എന്നൊക്കെയുള്ള കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. പ്രധാനമായിട്ടും 3 ടോപ്പിക്കുകളാണ് നമുക്കുണ്ടായിരുന്നത്. അതായത് ആദ്യം ബാങ്ക് ഓഫ് ബറോഡ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരുന്നത്, അതായത് കഴിഞ്ഞ വർഷം നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അവർ പറഞ്ഞത് ഒറ്റ എക്സാമേ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ്, ജനറൽ അവയർനെസ് എന്ന് പറയുന്ന 4 ടോപ്പിക്കായിട്ടായിരിക്കും വരുന്നത് എന്നിരുന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം പ്രിലിമിനറി മെയിൻസ് എക്സാമിനേഷൻ വന്നപ്പോൾ പ്രിലിമിനറി എക്സാമിനേഷൻ ആകെ 3 സബ്ജക്റ്റുകളെ നമുക്കുള്ളൂ. ബാങ്കിങ് എക്സാം എല്ലായ്പ്പോഴും അങ്ങനെയാണ്. പ്രിലിമിനറി എക്സാമുകൾക്ക് 3 ടോപ്പിക്കുകളെ കാണത്തുള്ളൂ. ഒന്ന് ഇംഗ്ലീഷ്, ഒന്ന് മാത്സ്, ഒന്ന് റീസണിങ്. ഈ 3 ടോപ്പിക്കുകളെ നമുക്ക് ഉണ്ടാവുള്ളൂ. ജനറൽ അവയർനെസ് നമുക്ക് ഇനി മെയിൻസ് എക്സാമിനേഷൻ ആയിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇനി ഈ സമയത്തിന് നിങ്ങൾ ജനറൽ അവയർനെസ് പഠിച്ച സമയം കളയണ്ട. കാരണം ഈ 3 ടോപ്പിക്കുകൾ മാത്രം പഠിക്കുക ആൻഡ് പ്രിലിമിനറി ക്രാക്ക് ചെയ്യുക ആണ് നമ്മുടെ ഫസ്റ്റ് എയിം എന്ന് പറയുന്ന പാറ്റേൺ. പ്രിലിമിനറി എക്സാമിനേഷൻ എഴുതി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും. അപ്പോൾ പിന്നെ അന്ന് തൊട്ട് നമുക്ക് മെയിൻസ് എക്സാമിനേഷൻ പഠിക്കാം. അല്ലാതെ റിസൾട്ട് വന്നിട്ട് മെയിൻസ് പഠിക്കാൻ വേണ്ടി നോക്കരുത്. എക്സാമിനേഷൻ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞ് പ്രിലിംസ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞിട്ട് അന്ന് തൊട്ട് തന്നെ മെയിൻസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. കാരണം PSC പോലൊന്നും അല്ല ബാങ്കിങ് എക്സാമിനേഷൻസ്, പ്രിലിമിനറി മെയിൻസും തമ്മിൽ ഒരുപാട് അന്തരമൊന്നും ഉണ്ടാവില്ല. ഹാർഡ്ലി നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു മന്തൊക്കെ ആയിരിക്കും. അതുകൂടി മനസ്സിൽ ഉണ്ടായിരിക്കണം. നമുക്ക് പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻ പാറ്റേണിലേക്ക് പോകാം. സിലബസിൽ കൃത്യമായിട്ട് എത്ര എക്സാംസ് ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. അതായത് നമ്മൾ പറഞ്ഞു 3 ടോപ്പിക്കുകളാണ് നമ്മുടെ എക്സാമിനേഷന് ഉണ്ടാകുന്നത്. ഒന്ന് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൻ്റെ 25 ചോദ്യങ്ങളായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത്. 25 ചോദ്യങ്ങൾ ഇംഗ്ലീഷിനായിരിക്കും, 25 ചോദ്യങ്ങൾ മാത്സിനായിരിക്കും, 25 ചോദ്യങ്ങൾ റീസണിങ്ങിനായിരിക്കും. ഓക്കെ, അപ്പോൾ ടോട്ടലി എത്ര ചോദ്യമുണ്ട്? 75 ചോദ്യമുണ്ട്. എന്നാൽ 75 മിനിറ്റ് നമുക്ക് ഉണ്ടാകില്ല. 60 മിനിറ്റ് മാത്രമേ എക്സാമിനേഷൻ ഉണ്ടാകുള്ളൂ. ഓക്കെ, 60 മിനിറ്റ് മാത്രമേ എക്സാമിനേഷൻ ഉണ്ടാവുള്ളൂ. ഫെഡറൽ ബാങ്കിന്റെ ഓഫീസ് അസിസ്റ്റന്റ് എക്സാമിനേഷൻ ലാസ്റ്റ് മന്ത് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെയുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ 60 ചോദ്യങ്ങൾക്ക് 60 മിനിറ്റ് ഉണ്ടായിരുന്നു. അതായത് ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് 1 മിനിറ്റ് ഫെഡറൽ ബാങ്ക് തന്നു, പക്ഷെ ബാങ്ക് ഓഫ് ബറോഡ ഒരു ചോദ്യത്തിന് 1 മിനിറ്റ് നിങ്ങൾക്ക് തരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം അവിടെ നമുക്ക് അത്ര സമയം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ 75 ചോദ്യങ്ങൾക്കാണ് 60 മിനിറ്റ്. നിങ്ങൾ അതിൽ ടെൻഷൻ ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ആൻസേഴ്സ് എഴുതാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിൽ നോക്കാം എന്തൊക്കെയാണ് പ്രധാനമായും ഫോക്കസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എളുപ്പത്തിൽ ആൻസേഴ്സിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 3 പാറ്റേൺ ആയിട്ടാണ് ഈ സെഷൻസ് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എക്സാമിനേഷനും ഇങ്ങനെ തന്നെ ആയിരിക്കും. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. 25 ചോദ്യങ്ങളായിരിക്കും, 25 ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ആൻഡ് പിന്നീട് നമുക്ക് മാത്തമാറ്റിക്സിൽ നിന്നും ഒരു 25 ചോദ്യം നിങ്ങളുടെ എക്സാമിനേഷൻ ഉണ്ടാവും. നമ്മളിപ്പം മോക്ക് മോഡൽ എക്സാമിനേഷൻ ആയതുകൊണ്ട് 25 എണ്ണം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ബട്ട് നിങ്ങൾക്ക് എല്ലാ മേഖലകളിലേക്കും കടന്നു പോകുന്നത് ഏതൊക്കെ മേഖലകളാണ് വരുന്നത് ആ മേഖലകളെല്ലാം ഞാൻ തിരിച്ച് ക്വസ്റ്റ്യൻ പാറ്റേൺസ് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പാറ്റേൺ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു പാറ്റേൺ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഓരോ സെക്ഷൻസിൽ നിന്ന് ഓരോ ചോദ്യങ്ങൾ ചെയ്തു പോകാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സെഷനിലെയും എങ്ങനെയാണ് പാറ്റേൺസ് പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാകും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ നോക്കേണ്ട പാറ്റേൺ എന്ന് പറയുന്നത് നമുക്ക് ഇംഗ്ലീഷിൽ നിന്ന് ഒരു ചോദ്യ പാറ്റേണിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇംഗ്ലീഷിൽ നമുക്ക് പ്രധാനമായും ഞാൻ പറഞ്ഞു 25 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത്. 25 ചോദ്യത്തിൽ ഒരെണ്ണം പാസേജ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന ഒരു ചോദ്യമായിരിക്കും. പാസേജ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞ ചോദ്യം, അതായത് ഒരു പാസേജ് നിങ്ങൾക്ക് തരും, എന്നിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും. ഇത് സാധാരണഗതിയിൽ കണ്ടുവരുന്ന എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
എക്സാമിന് ചെല്ലുമ്പം ചെയ്താലോ മതിയല്ലോ, ഇവിടെ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ആൾക്കാർ ചിന്തിക്കാറുണ്ട്. കാരണം അത് വലിയ പാടുള്ള ക്വസ്റ്റൻ ആണോ എന്നുള്ളൊരു തോട്ട് കുട്ടികൾക്കിടയിൽ കണ്ടുവരാറുണ്ട്. എന്നാൽ നിങ്ങളൊരു കാര്യം ഓർക്കുക, പാസേജ് കോംപ്രിഹെൻഷൻ ആയിരിക്കും ബാങ്കിങ് എക്സാമുകൾക്ക് ഏറ്റവും ടഫസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അതായത് അതൊരു ട്രാപ്പാണ്. നമ്മളുടെ സമയം ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞ നമുക്ക് ആകെ 25 ചോദ്യം ചെയ്യാൻ വേണ്ടി തരുന്ന ടൈം എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ് ആണ്. അതായത് ഇംഗ്ലീഷിന് മാത്രം നിങ്ങൾക്ക് കിട്ടുന്ന ടൈം 20 മിനിറ്റ് ആണ്. 20 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സെഷൻ പിന്നെ ചെയ്യാൻ സാധിക്കില്ല. അതായത് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും മാത്സ് ഒക്കെ ചെയ്തിട്ട് സമയം കിട്ടുകയാണെങ്കിൽ പിന്നെ വന്നിട്ട് ഇംഗ്ലീഷ് ചെയ്യാം. അങ്ങനെയൊന്നും പറ്റില്ല. നിങ്ങൾക്ക് ഒരൊറ്റ സെഷൻ 20 മിനിറ്റേ ഉള്ളൂ. 20 മിനിറ്റ് ഇംഗ്ലീഷിന്, 20 മിനിറ്റ് മാത്സിന്, 20 മിനിറ്റ് റീസണിങ്ങിന്. ടോട്ടലി നമുക്ക് കിട്ടുന്നതാണ് 60 മിനിറ്റ് എന്ന് പറയുന്ന പാറ്റേൺ. അപ്പം ഈ പാസേജ് കോംപ്രിഹെൻഷൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഡെഡ്ലി ട്രാപ്പ് ആയതുകൊണ്ട് നമ്മൾ ആദ്യമേ ഇത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരുന്ന് 20 മിനിറ്റ് നമ്മൾ അതിന് തന്നെ ഫോക്കസ് ചെയ്യും. ചിലപ്പോൾ ഒരു 5 ചോദ്യമൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് 20 മിനിറ്റ് നമ്മളെ അവിടെ അവർക്ക് പിടിച്ചിരുത്താനുള്ള സാധിക്കും. അപ്പം നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എപ്പോഴും പാസേജ് അവസാനം ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഇപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ അതാ ഇവിടെ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്നൊക്കെ പറഞ്ഞു വരുന്ന പാറ്റേൺ ചോദ്യങ്ങളാണല്ലോ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട്, പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട്. ഇത് കാണുമ്പോൾ തന്നെ ഒരു കുട്ടിക്ക് എത്ര സെക്കൻഡ് വേണം, അവർ ഓൾറെഡി നമുക്ക് ഇത്രയും ടൈം തന്നിട്ടുണ്ട്, എത്ര സെക്കൻഡ് വേണം ഇതിന്റെ ആൻസർ എഴുതാൻ വേണ്ടി. സോ നമുക്ക് അറിയാവുന്ന ഒരു പാറ്റേൺ ആണ്. നമുക്ക് ഹാർഡ്ലി ഒരു 5 സെക്കൻഡ് 4 സെക്കൻഡ്സ് മതി. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്ത് തീർക്കേണ്ട പാറ്റേൺ ഈ ഫില്ലർ ചോദ്യങ്ങൾ അല്ലെങ്കിൽ സ്പോട്ടിംഗ് ദ എറർ ചോദ്യങ്ങൾ, വൊക്കാബുലറി ചോദ്യങ്ങൾ, ഇതെല്ലാം ചെയ്തതിന് ശേഷം മാത്രം പാസേജിലേക്ക് പോകുക. ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. ഇത് പെട്ടെന്ന് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പാസേജിൽ ടെൻഷൻ ആവേണ്ട. കാരണം നിങ്ങൾക്കറിയാം ഇത്രയും ചോദ്യങ്ങൾ കൂടി ചെയ്ത് തീർക്കാൻ ഉള്ളൂ നമുക്ക്. ആൻഡ് ഇത്രയും സമയം കൊണ്ട് ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ കഴിഞ്ഞല്ലോ എന്നുള്ളത്. മറ്റേ പാസേജിൽ ആദ്യമേ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ, പാസേജ് വായിച്ചുകൊണ്ടേയിരിക്കും. ആൻഡ് ടൈം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പാസേജ് വായിച്ചുകൊണ്ടേയിരിക്കും. ആൻഡ് ഈ പറയുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ, അതായത് 10 സെക്കൻഡ് കൊണ്ട് എഴുതാൻ പറ്റുന്ന സിമ്പിൾ ചോദ്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്യാനുള്ള സമയം കാണത്തില്ല. 20 മിനിറ്റ് കഴിയുമ്പോൾ സ്ക്രീൻ ഓഫ് ആകും. ആൻഡ് സ്ക്രീൻ ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. ആ കാര്യം കൂടി മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് പാറ്റേൺസ് ഒക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ അത് എപ്പോഴും മൈൻഡിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നമുക്ക് ആദ്യം സ്പോട്ട് ദ എറർ ക്വസ്റ്റ്യൻസ് പാറ്റേണിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കാരണം സ്പോട്ട് ദ എററിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. എക്സാമിനേഷന് സ്പോട്ട് ദ എറർ പാറ്റേൺ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പാറ്റേൺ നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ യു കൻ ഡയറക്ട്ലി എക്സ്പെക്ട് ദിസ് ക്വസ്റ്റ്യൻ ദാറ്റ് സ്പോട്ട് ദ എറർ എന്ന് പറഞ്ഞ ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സ്പോട്ട് ദ എററിന്റെ പ്രത്യേകത എന്താണ്? പല സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്പോട്ട് ദ എററിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത്. തന്നിരിക്കുന്ന സെന്റൻസിനകത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. യു ഹാവ് ടു ഐഡന്റിഫൈ ഏത് ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുള്ള കാര്യം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ പാറ്റേൺ. അപ്പം തന്നിരിക്കുന്ന സെന്റൻസിനകത്ത് ഒരു ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. യു വാണ്ട് ടു ഐഡന്റിഫൈ ദാറ്റ് പാറ്റേൺ. സി സ്പോട്ട് ദ എറർ ഇൻ ദ സെന്റൻസ്. ഇങ്ങനെയായിരിക്കും ചോദ്യ പാറ്റേൺ വരുന്നത്. ഈ ചോദ്യത്തിൽ നിന്ന് ഒരു പാറ്റേണിലായിരിക്കും നമുക്ക് മിസ്റ്റേക്ക് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. വെൽ സി നമുക്ക് ഏത് സ്റ്റാർട്ട് ചെയ്യണം? നമുക്ക് എല്ലാ സെഷനിൽ നിന്നും ഒരു ചോദ്യം ചോദിക്കാം എന്നുള്ളതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. വെൽ അപ്പം നമുക്ക് പ്രധാനമായിട്ടും പാറ്റേൺ ചെയ്യേണ്ട ചോദ്യം എന്ന് പറയുന്നത് വി കൻ സ്റ്റാർട്ട് വിത്ത് ദിസ് വൺ ഓഫ് ദ സ്ഥിരമായി ബാങ്ക് ഓഫ് ബറോഡയുടെ എക്സാമുകൾക്ക് കണ്ടുവരുന്ന ഒരു വേർഡാണ് ഈ വൺ ഓഫ് എന്ന് പറയുന്നത്. ഭയങ്കര ഇഷ്ടമാണ്. ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വേർഡാണ്. അതുകൊണ്ടാണ് ഞാൻ 3 ക്വസ്റ്റിൽ വൺ ഓഫ് തിരഞ്ഞെടുക്കാം എന്ന് വിചാരിച്ചത്. സോ വൺ ഓഫ് ദ ബോയ് ഈസ് മിസ്സിംഗ്. ദിസ് ഇസ് ദ പാറ്റേൺ. ഇതെന്താണെന്ന് വെച്ചാൽ നന്നായി ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാർ പോലും, ഞാൻ പലപ്പോഴും ആളുകളുടെ സ്പീച്ചുകൾ കേട്ടിട്ടുണ്ട്. നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരാണ്, നന്നായി അവർ ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കാറുണ്ട്. പക്ഷേ സ്പീച്ചിലൊക്കെ നന്നായി ഇംഗ്ലീഷ് സംസാരിച്ചിരിക്കുന്ന ആൾക്കാർ അവർ പറയാറുണ്ട് വൺ ഓഫ് മൈ സ്റ്റുഡൻറ്റ് എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. ഫാക്കൽറ്റീസ്, ടീച്ചേഴ്സ് ഒക്കെ തന്നെ സംസാരിക്കുന്നതാണ് വൺ ഓഫ് മൈ സ്റ്റുഡൻറ്റ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് പോകും. പക്ഷേ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്ക് ആയിരിക്കും അത്. സോ റിമെമ്പർ ദാറ്റ് ഗ്രാമറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വൺ ഓഫ് കഴിഞ്ഞാൽ. സീ ദ പാറ്റേൺ വൺ ഓഫ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന നൗൺ എന്ന് പറയുന്നത്, വൺ ഓഫ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന നൗൺ എന്ന് പറയുന്നത് പ്ലൂറൽ ആയിട്ടുള്ള നൗൺ ആയിരിക്കണം. വൺ ഓഫ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന നൗൺ എന്ന് പറയുന്നത് പ്ലൂറൽ ആയിട്ടുള്ള നൗൺ ആയിരിക്കണം എന്നുള്ളതാണ് പാറ്റേൺ. സോ വൺ ഓഫ് കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റ നൗണെ ഉപയോഗിക്കാൻ പറ്റും, പ്ലൂറൽ നൗൺ എന്ന് പറയുന്ന പാറ്റേണെ ഉപയോഗിക്കാൻ പറ്റും. എന്താ ഈ നൗൺ എന്ന് പറഞ്ഞാൽ ഈ ബോയ്, സ്റ്റുഡൻറ്, ടീച്ചർ എന്നൊക്കെ പറയുന്ന നൗൺ ആണല്ലോ. അപ്പൊ അത് പ്ലൂറൽ ആയിട്ടേ ഉപയോഗിക്കാൻ പറ്റും. ഒരു നൗണിനെ എങ്ങനെയാണ് പ്ലൂറൽ ആക്കുന്നത്? LKG പഠിപ്പിച്ചതാ. എങ്ങനെയാണ് ഒരു നൗണിനെ പ്ലൂറൽ ആക്കുന്നത്? എസ് ആഡ് ചെയ്തുകൊണ്ടാണ് ഒരു നൗണിനെ പ്ലൂറൽ ആക്കുന്നത്. ഇപ്പൊ ബോയ് എന്ന് പറഞ്ഞാൽ സിംഗുലർ ആയിട്ടുള്ള ഒരു നൗണാണ്. പ്ലൂറൽ ആക്കുന്നത് എങ്ങനെയാ? ബോയ്സ്. ഗേൾ എന്ന് പറയുന്നത് എസ് ആഡ് ചെയ്ത് ഗേൾസ്. ടീച്ചർ എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ്. സ്റ്റുഡൻറ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ്. ഇത്രയേ ഉള്ളൂ. എസ് ആഡ് ചെയ്ത ഒരു നൗൺ പ്ലൂറലായി എന്നുള്ള കാര്യം ഓർക്കുക. സോ വൺ ഓഫ് ദ ബോയ്സ് എന്ന് നമ്മൾ പറയത്തുള്ളൂ. വൺ ഓഫ് ദ ബോയ് എന്നൊക്കെ പറഞ്ഞാൽ അപ്പ സ്പോട്ട് അടിച്ചോണം ഈ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുള്ള കാര്യം. വൺ ഓഫ് ദ ബോയ് എന്ന് പറയില്ല, വൺ ഓഫ് ദ ബോയ്സ്. കണ്ടോ? വൺ ഓഫ് ദ ബോയ്സ്, വൺ ഓഫ് ദ ടീച്ചേഴ്സ്, വൺ ഓഫ് ദ സ്റ്റുഡൻസ്, വൺ ഓഫ് മൈ കൊളീഗ്സ്. കണ്ടോ? ദിസ് ഈസ് ദ പാറ്റേൺ.
എൻ്റെ കുട്ടികളിൽ ഒരാൾ, എൻ്റെ വിദ്യാർത്ഥികളിൽ ഒരാൾ, വൺ ഓഫ് മൈ സ്റ്റുഡൻസ്, എൻ്റെ അധ്യാപകരിൽ ഒരാൾ, വൺ ഓഫ് മൈ ടീച്ചേഴ്സ്, വൺ ഓഫ് മൈ സ്റ്റുഡൻസ്, കേട്ടോ, വൺ ഓഫ് മൈ ടീച്ചേഴ്സ്, വൺ ഓഫ് മൈ സ്റ്റുഡൻസ്, വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, എൻ്റെ കൂട്ടുകാരിൽ ഒരാൾ. എത്ര പേരുണ്ട്? ഒരാളേ ഉള്ളൂ. ഞാൻ എന്തിനാണ് ചോദിച്ചേ? എന്തിനാണ് ഈ ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. ഇത് നമുക്ക് ഇത്ര ഉള്ളത് ആൻസർ ഓപ്ഷൻ ബി. സാധനം കിട്ടി, മാർക്ക് കിട്ടി, വേറെ പരിപാടിയൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി പഠിക്കണം. കാരണം എക്സാമുകൾക്ക് സ്ഥിരമായി ചോദിക്കുന്ന മറ്റൊരു ചോദ്യ പാറ്റേൺ ഉണ്ട്. എന്താണ് സ്ഥിരമായി ചോദിക്കുന്ന മറ്റൊരു ചോദ്യ പാറ്റേൺ? ഇതാണ്. വൺ ഓഫ് ദ ബോയ്സ്. ചില ക്വസ്റ്റ്യൻസിൽ അവരിങ്ങനെ തരും, വൺ ഓഫ് ദ ബോയ്സ് എന്നൊക്കെ പറഞ്ഞ് തരും. വൺ ഓഫ് ദ ബോയ്സ് എന്നൊക്കെ പറഞ്ഞ ചോദ്യത്തിൽ അവർ തരും. അവർക്കൊരു മടിയില്ല, അവരിങ്ങനെ കൊണ്ട് തരും. വൺ ഓഫ് ദ ബോയ്സ് ആർ മിസ്സിംഗ് എന്നൊക്കെ പറഞ്ഞു തരും. വൺ ഓഫ് ദ ബോയ്സ് ആർ മിസ്സിംഗ്. ഓക്കെ, നമുക്ക് കാണുമ്പോൾ ഒരു മിസ്റ്റേക്കും തോന്നുന്നില്ല. ശരിയാണല്ലോ, വൺ ഓഫ് ദ ബോയ്സ് ആർ മിസ്സിംഗ്. ബോയ്സ് പ്ലൂറലാണ്, ആണ്, ശരിയാണ്. പ്ലൂറൽ നൗൺ ബോയ്സ് ആണ്. ഇപ്പോൾ ബോയ്സ് ആർ എന്നല്ലേ നമ്മൾ പറയുന്നത്, അല്ലേ? ബോയ്സ് ആർ എന്നൊക്കെയാണ് പറയുന്നത്, അതിനകത്ത് മിസ്റ്റേക്ക് ഒന്നുമില്ല. ബോയ്സ് ആർ, ഗേൾസ് ആർ. ഇപ്പം ഞാൻ പറയാണ് ബോയ്സ് ആർ ബ്രില്യൻറ്റ് സ്റ്റുഡൻസ് എന്ന് ഞാൻ പറയാം. എൻ്റെ ക്ലാസ്സിലെ ബോയ്സ് എല്ലാം ബ്രില്യൻറ്റ് സ്റ്റുഡൻസ് ആണ്. ബോയ്സ് ആണെന്നേ പറയത്തുള്ളൂ. ബോയ്സ് ആർ, ഗേൾസ് ആർ എന്നൊക്കെ പറയത്തുള്ളൂ. ഗേൾസ് ആർ സ്റ്റുഡിയസ്. മീൻസ് നന്നായി പഠിക്കുന്ന പിള്ളേരെ, അതായത് നമ്മൾ പുസ്തകപ്പുഴുക്കൾ എന്ന് പറയത്തില്ലേ, നന്നായി പുസ്തകം പഠിക്കുന്ന പിള്ളേരെ നമ്മൾ വിളിക്കുന്നുണ്ട് സ്റ്റുഡിയസ് എന്ന് പറഞ്ഞു. സോ ഗേൾസ് ആർ സ്റ്റുഡിയസ്. സി യു ആർ സോ ഹാൻസം. നിന്നെ കാണാൻ എന്ത് ഭംഗിയാ. യു ആർ വെൽ, കണ്ടോ? പക്ഷെ ഷീ ഈസ്, ഹീ ഈസ് എന്നൊക്കെ നമ്മൾ പറയത്തുള്ളൂ. ഗേൾസിനാണ് യു ആർ സോ ബ്യൂട്ടിഫുൾ. ബട്ട് ഷീ ഈസ്, ഹീ ഈസ്, രാഹുൽ ഈസ് എന്നൊക്കെ പറയത്തുള്ളൂ. ഓക്കെ, ഇവിടെ എൻ്റെ പാറ്റേൺ ഇത്രയേ ഉള്ളൂ. വൺ ഓഫ് ദ ബോയ്സ് എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട്? വൺ ഓഫ് ദ ബോയ്സ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്താണ് മിസ്റ്റേക്ക്. നമ്മൾ സ്പോട്ട് ചെയ്യുമ്പോൾ ഈ ഭാഗത്താണ് മിസ്റ്റേക്ക്. വൺ ഓഫ് ദ ബോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയ്സിൽ ഒരാൾ. ഇതാണ് പാറ്റേൺ. വൺ ഓഫ് ദ ബോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയ്സിൽ ഒരാൾ എന്ന് പറയുന്ന പാറ്റേൺ ആണ്. ആണല്ലോ, ബോയ്സിൽ ഒരാളോട് സിംഗുലർ ആയ സബ്ജക്റ്റ് ആണ്. സോ വൺ ഓഫ് ദ ബോയ്സ് ഈസ് എന്നേ പറയത്തുള്ളൂ, അല്ലെങ്കിൽ വാസ്, ഡിപ്പെൻസ് അപ്പോൺ സിറ്റുവേഷൻ. എന്തായാലും പ്ലൂറലിൽ പറയത്തില്ല. പ്ലൂറലിൽ പാറ്റേൺ പറയില്ല എന്നുള്ള കാര്യം അവർക്ക്. കാരണം വൺ ഓഫ് ദ ബോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂറൽ എന്ത് പറയത്തില്ലെന്ന്, വെർബ് പറയില്ല. കാരണം എന്താ? സബ്ജക്റ്റും വെർബും നമ്മളൊരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. കോൺകോഡ് സിലബസിൽ നമ്മൾ കണ്ടതാണ്. കാരണം എന്താ? വൺ ഓഫ് ദ ബോയ്സ് ഈസ് മിസ്സിംഗ് എന്ന് പറയുന്ന കോൺടെക്സ്റ്റ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. വൺ ഓഫ് ദ ബോയ്സ് ഈസ് മിസ്സിംഗ് എന്ന് പറയുന്ന പാറ്റേൺ, വൺ ഓഫ് ദ ബോയ്സ് ഈസ് മിസ്സിംഗ് എന്ന് പറയുന്ന സ്ട്രക്ചർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ബോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. പക്ഷേ വൺ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളേ ഉള്ളൂ. ആൺകുട്ടികളിൽ ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗുലർ. വൺ ഓഫ് മൈ സ്റ്റുഡൻസ് ഈസ്, വൺ ഓഫ് മൈ ടീച്ചേഴ്സ് ഈസ് എന്നേ നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. ബിക്കോസ് വൺ ഓഫ് കഴിഞ്ഞാൽ പിന്നെ നൗൺ പ്ലൂറൽ ആയിരിക്കും, വേർബ് സിംഗുലർ ആയിരിക്കും എന്നുള്ള പാറ്റേൺ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കണം. സോ എഡിറ്റിംഗിൽ നിന്ന്, സ്പോട്ട് എറർ പാറ്റേണിൽ നിന്ന് ചോദ്യ പാറ്റേൺ വരുന്ന ഒരു മേഖലയാണ് എന്നുള്ള കാര്യം പറഞ്ഞു. വെൽ, ദിസ് ഈസ് ദ പാറ്റേൺ. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ് സ്പോട്ട് എറർ. സോ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന മോക്ക് ചെയ്യുമ്പം, ഈ പറയുന്ന പാറ്റേൺസ് ചെയ്യുമ്പം പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കോൺസെപ്റ്റ്സ് ആണ്. എന്ത്? നമ്മൾ എൻ്റെ കൂടെ തന്നെ ചെയ്തു പോകുമ്പോൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് എന്ത് കിട്ടി, ഏത് ഭാഗത്ത് നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായി നോക്കുക. ഏത് ഭാഗത്ത് നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ചോദ്യ പാറ്റേൺ വരുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് കൊടുക്കേണ്ടത്. സോ ഗോ ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ അടുത്തൊരു ചോദ്യ പാറ്റേണിലേക്ക് നമുക്ക് പോകാം. സി, നമുക്ക് മാത്സിൽ നിന്നൊരു ചോദ്യം ചെയ്യാം. ആണല്ലോ, നമുക്ക് ഓരോ സെഷനിൽ നിന്നൊരു ചോദ്യം ചെയ്യാം. അങ്ങനെ പഠിക്കുമ്പോഴും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുക. അതായത് ഒരു ദിവസം കണ്ടിന്യൂസ് ആയിട്ടൊരു ടോപ്പിക്ക് പഠിക്കാതെ ചേഞ്ച് ചെയ്യുക. കാരണം നമുക്ക് ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ, ഹാർഡ്ലി നമുക്ക് 2 വീക്സേ ഉള്ളൂ. ആ ടൈമിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കൃത്യമായിട്ട് നമ്മുടെ മൈൻഡ് റിഫ്രഷ് ചെയ്ത് പോവുക. പ്രിലിമിനറി ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്ന പാറ്റേണിൽ നമ്മൾ കൃത്യമായിട്ട് റിഫ്രഷ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നോക്കുന്ന പാറ്റേൺ. സോ നമുക്ക് ഇപ്പം നമ്മൾ ഇംഗ്ലീഷിന് ഓർഡർ ചെയ്തു, ഇനി നമുക്ക് മാത്സിൽ നിന്ന് ഒരു ചോദ്യം ചെയ്യാം. മാത്സിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചെയ്യണം? നമുക്ക് സ്പീഡ് ചെയ്യാം. കാരണം സ്പീഡ് സ്ഥിരമായി എക്സാമിനേഷന് വരുന്ന ഒരു ചോദ്യമാണ്. സ്പീഡ് നമുക്ക് എക്സാമിനേഷൻ സ്ഥിരമായി ചോദ്യം ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ് സ്പീഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. സ്പീഡിൽ നിന്ന് നമുക്ക് ചോദ്യ പാറ്റേണുകൾ കൃത്യമായി ചെയ്യാം. ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി ചോദിക്കുന്ന ഒരു പാറ്റേൺ ബാങ്ക് ഓഫ് ബറോഡയുടെ ഒരു ഫേവറേറ്റ് ടോപ്പിക്കാണ്. സോ നമുക്ക് അത് ചെയ്യാം. എ ട്രെയിൻ റൺസ് അറ്റ് എ സ്പീഡ് ഓഫ് 60 km/h. 60 km/h സ്പീഡിലാണ് ആര് പോകുന്നത്? ഒരു ട്രെയിൻ പോകുന്നത്. ഹൗ മച്ച് ഡിസ്റ്റൻസ് വിൽ ഇറ്റ് കവർ ഇൻ 2.5 hours? അങ്ങനെയാണെങ്കിൽ 2.5 മണിക്കൂർ കൊണ്ട് എത്ര ഡിസ്റ്റൻസ് ആണ് ആര് കവർ ചെയ്യുന്നത്? ഈ പറയുന്ന ട്രെയിൻ കവർ ചെയ്യുന്നത്. അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്ത് കണ്ടുപിടിക്കാനാണ്?
ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിക്കുന്നത്. നമുക്കിവിടെ പ്രധാനമായിട്ടും ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റഹാൻ സാർ നിങ്ങൾക്ക് ഇക്വേഷൻ ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. ഇക്വേഷൻ എന്താണ്? സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ളതാണ്. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്നതാണ് നമ്മളുടെ ഇവിടുത്തെ ഇക്വേഷൻ. നിങ്ങൾ ഇക്വേഷൻ ഒന്നും പഠിച്ച് കൺഫ്യൂസ്ഡ് ഒന്നും ആവേണ്ട. ദൈവമേ, ഇനി അവസാനത്തെ സമയത്ത് ഇക്വേഷൻ പഠിക്കുക എന്ന് പറയുന്ന പാറ്റേൺ ഒന്നുമില്ല. ഇതെന്താ സംഭവം? ഇത് നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? ഇതാണല്ലോ വിഷയം. നമുക്കിത് എങ്ങനെ ഓർത്തിരിക്കാം? നമുക്ക് ഈ ഇക്വേഷൻ കാണാപ്പാടം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുറേ കുട്ടികളുണ്ട്. എന്തിനാ ഇക്വേഷൻ പഠിക്കുന്നതെന്നൊക്കെ വിചാരിക്കും. വേണ്ട, നിങ്ങൾ ഇക്വേഷൻ പഠിക്കണ്ട. നിങ്ങളൊരു കാര്യം കൺസിഡർ ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ നിന്ന് തൃശ്ശൂർ പോകാൻ വേണ്ടി 200 കിലോമീറ്റർ വേണം. ഓക്കെ, ഇവിടെ നിന്ന് തൃശ്ശൂർ 200 കിലോമീറ്ററാണ്. തൃശ്ശൂരിന് പോകാൻ 200 കിലോമീറ്ററാണ്. ഞാൻ 2 മണിക്കൂർ കൊണ്ട് തൃശ്ശൂർ കവർ ചെയ്തു. ഇവിടെ നിന്ന് 200 കിലോമീറ്ററുള്ള ഞാൻ 200 കിലോമീറ്ററാണ് തൃശ്ശൂർക്ക് 2 മണിക്കൂർ കൊണ്ട് കവർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ബൈക്കിൻ്റെ സ്പീഡ് എത്രയാണ്? ഇതാണ് പാറ്റേൺ. ഓക്കെ, നിങ്ങൾ തന്നെ പറയാം. 200 കിലോമീറ്റർ 2 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യണമെങ്കിൽ എത്ര കിലോമീറ്റർ സ്പീഡിലായിരിക്കും ഞാൻ പോയത്? ഇതാണ് ഞാൻ ഈ ഇക്വേഷൻ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് 200 കിലോമീറ്റർ 2 മണിക്കൂർ കൊണ്ട് പോയി കഴിഞ്ഞാൽ കട്ട് ചെയ്ത് 100 കിലോമീറ്റർ പെർ അവറിലായിരിക്കും എൻ്റെ ബൈക്ക് പോയത്. എൻ്റെ ബൈക്ക് പോയത് 100 കിലോമീറ്റർ പെർ അവറിലായിരിക്കും എൻ്റെ ബൈക്ക് പോയത് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ബൈക്കിൻ്റെ സ്പീഡ് 100 കിലോമീറ്റർ പെർ അവർ. ഇത്രയേ ഉള്ളൂ. ഈ സാധനം കണ്ടുപിടിച്ചാൽ മതി. ഈ ഒരൊറ്റ ബൈക്ക്. ഇനി ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഓരോ ഇക്വേഷൻ, സ്പീഡ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ, ടൈം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ, ഇങ്ങനെ ഇക്വേഷൻ 3-4 ഒക്കെ പഠിക്കണം. നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ടീച്ചേഴ്സ് എന്നെ കൊണ്ട് ടൈം പഠിക്കാനുള്ള ഇക്വേഷൻ പഠിപ്പിച്ച്, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിപ്പിച്ച്, സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിപ്പിച്ച് ഓരോന്നും കാണാപ്പാടം പഠിക്കണോ? വേണ്ട. നിങ്ങൾക്ക് ഈ ബേസിക് പാറ്റേൺ അറിയാമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ സാധിക്കും. അതായത് എന്ത് ചോദിച്ചാലും, കാരണം ഈ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ സ്പീഡാണോ കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ നമ്മളോട് അല്ല, സ്പീഡ് അവർ ഓൾറെഡി അവർ തന്നിട്ടുണ്ട്. 60 കിലോമീറ്റർ പെർ അവറിലാണ് വണ്ടി പോകുന്നത്. ട്രെയിൻ ആണെന്ന് തോന്നുന്നു. ആണല്ലോ, ട്രെയിൻ ആണ്. ഓക്കെ, ട്രെയിൻ 60 കിലോമീറ്റർ പെർ അവറിലാണ് ട്രെയിൻ പോകുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. ഇനി ഹൗ മച്ച് ഡിസ്റ്റൻസ് വിൽ ഇറ്റ് കവർ ഇൻ 2.5 hours? ടൈമും അവർ തന്നിട്ടുണ്ട്. നമ്മളോട് അവർ പറഞ്ഞിരിക്കുന്നത് കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് ആണ് എന്നുള്ളത്. നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ ഇക്വേഷൻ ഒന്നും മാറ്റണ്ട, നിങ്ങൾ ഒറ്റ കോൺസെപ്റ്റ് മാത്രം ക്ലിയർ ആക്കിയാൽ മതി. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് എന്നുള്ള ബേസിക് കോൺസെപ്റ്റ് മാത്രം ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാൻ പറ്റും? അതാണല്ലോ നമ്മുടെ വിഷയം. അപ്പം നമ്മൾ പറഞ്ഞു സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് എന്നുള്ള ഒരു ബേസിക് കോൺസെപ്റ്റ്സ് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഏത് ചോദ്യമായിക്കോട്ടെ. അവർ ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ടൈം കണ്ടുപിടിക്കാം, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം, എന്ത് സാധനം വേണമെങ്കിലും കണ്ടുപിടിക്കാം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. തന്നിരിക്കുന്ന സാധനം എക്സാമിനേഷന് നമുക്ക് ക്വസ്റ്റ്യൻസിൽ തന്നിരിക്കുന്ന സാധനങ്ങൾ അങ്ങോട്ട് വെറുതെ പുട്ട് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങോട്ട് വെറുതെ ഇട്ട് കൊടുത്താൽ ഞാൻ വെറുതെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഞാൻ നോക്കിക്കോ, 60 കിലോമീറ്റർ എന്ന് പറയുന്ന സാധനം, 60 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്ന സാധനം നമ്മൾ കൊടുത്തു. 60 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, സ്പീഡ് അവർ പറഞ്ഞാണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. നമുക്ക് കിട്ടി. ഡിസ്റ്റൻസ് നമുക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ അതിന് ഡി എന്ന് കൊടുത്തു. ചില ടീച്ചേഴ്സ് എക്സ്, ഫൈൻഡ് എക്സ് എന്നൊക്കെ പറയും. ഒന്നുമില്ല, എക്സോ വയ്യോ ഇസഡോ നിങ്ങൾ എന്ത് പേര് വേണമെങ്കിൽ കൊടുത്തു. അതിനകത്തൊന്നും കൊടുത്ത് വിഷയമില്ല. നമുക്ക് സാധനം കണ്ടുപിടിച്ചായി. ഡിസ്റ്റൻസ്. ടൈം ഓൾറെഡി അറിയാം നമുക്ക്. 2.5 കിലോമീറ്റർ, 2.5 മണിക്കൂർ, 2.5 hours. നിങ്ങളൊരു കാര്യം നോക്കുക. എന്താണോ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അതിനെ ഒറ്റക്കിടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും അതിനെ നമ്മളവിടെ ഒറ്റക്കിടുക. അതിനെ ഒറ്റക്കിട്ടാലുള്ള ഗുണം ആ പറയുന്ന സാധനം നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഒറ്റക്കിടുക എന്ന് പറഞ്ഞാൽ നമ്മളോട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞത്. ഡിസ്റ്റൻസിനെ അവിടെ ഇടുക എന്ന് പറയുന്ന സാധനം, ഡിസ്റ്റൻസിനെ അവിടെ ഇടുക എന്ന് പറയുന്നത് ഈ സാധനത്തിനെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയി ഡിസ്റ്റൻസ് ഒറ്റയ്ക്കാവൂലേ? ഡിസ്റ്റൻസ് ഒറ്റയ്ക്കാവും. ടൈം ആയിരുന്നു കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ ടൈമിനെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഡിസ്റ്റൻസിന് ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ടൈം അവിടെ ഒറ്റയ്ക്കാവില്ലേ? ആരെയാണോ കണ്ടുപിടിക്കേണ്ടത് അയാളെ നമ്മളങ്ങ് ഒറ്റപ്പെടുത്തുക, അവരെ അങ്ങ് ഒറ്റയ്ക്കിടുകയാണ് നമ്മൾ. സോ ഡിസ്റ്റൻസിനെ നമ്മളവിടെ ഒറ്റപ്പെടുത്താൻ തീരുമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തോട്ട് അവരെ കൊണ്ടുപോകുക എന്ന് പറയുന്ന പാറ്റേൺ ആണ്. ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തോട്ട് അവരെ കൊണ്ടുപോകുക. എങ്ങനെയാണ് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തോട്ട് അവരെ കൊണ്ടുപോകേണ്ടത്? ഇതാണല്ലോ നമ്മുടെ വിഷയം. ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തോട്ട് അവരെ നമുക്ക് കൊണ്ടുവിടണം. എങ്ങനെ കൊണ്ടുവിടും? ഇതാണല്ലോ വിഷയം. ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തോട്ട് എങ്ങനെയാണ് ഈ പാവങ്ങൾ നമ്മൾ കൊണ്ടുപോകുക? ഒന്നുമില്ല, നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ച ഒരു സാധനമാണേ. നോക്കിക്കോണേ,
ഈക്വൽ ഇപ്പുറത്തോട്ട് നമ്മൾ കൊണ്ടുപോകുമ്പം ഈ സ്ഥലത്ത് പ്ലസ് ആയിരുന്നെങ്കിൽ അപ്പുറത്ത് വരുമ്പോൾ മൈനസോ. അതായത് ഇവിടെ പ്ലസ് ആയ ചേട്ടൻ ഇപ്പുറത്ത് വരുമ്പോൾ മൈനസോ, ഇവിടെ ഇൻറ്റു ആയിരുന്ന ചേട്ടൻ ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ആവും, ഇവിടെ മൈനസ് ആയിരുന്ന ചേട്ടൻ ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആകും. ഇനി ഇവിടെ ഡിവിഷൻ ആയിരുന്ന ചേട്ടൻ ഇപ്പുറത്ത് വരുമ്പോൾ ഇൻറ്റു ആവും. ഇത്രയേ ഉള്ളൂ കച്ചവടം, ഒന്നുമില്ല. പ്ലസ് മൈനസ് ആകും, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആകും, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആകും. ഇത്രയേ ഉള്ളൂ പാറ്റേൺ. ഏത് സാധനവും എളുപ്പത്തിൽ കിട്ടും. അതായത് ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, ഇവിടെ അതിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇവിടെ അതിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഡിവൈഡ് ചെയ്തതിനെ നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ അതെന്താകും, മൾട്ടിപ്ലിക്കേഷൻ ആകും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 60 ഇൻറ്റു 2.5 ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ്. ഈ സ്റ്റെപ്പ് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ സ്റ്റെപ്പ് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ സാധനത്തിന് ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവന്നപ്പോൾ ഇവിടെ ഡിവിഷൻ ആയിരുന്ന സാധനം ഇപ്പുറത്ത് വന്നപ്പോൾ എന്തായി, മൾട്ടിപ്ലിക്കേഷൻ ആയി. സോ 60 ഇൻറ്റു 2.5 കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും, ഡിസ്റ്റൻസ് എന്താണ് എന്നുള്ള സാധനം നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ഞാൻ ചെയ്യാണ്, ഒന്നുമില്ല. 60നെയും 25നെയും കൊണ്ട് 2.5നെയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? പോയിന്റ് ഉള്ളതിനെ ഒന്നും നിങ്ങൾ അവിടെ വെച്ചൊന്നും ചെയ്യേണ്ട. 25 എന്ന് പറയുന്ന സാധനം എഴുതി. 25 അത് 2.5. പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനിവിടെ പോയിന്റ് കുത്തിയിട്ട് ഒരു പോയിന്റ് അവിടെ ഉണ്ടായിരുന്നു. 25. 60ന് 60 എന്നൊക്കെ എഴുതണോ? വേണ്ടാന്നേ. 0നെ നമുക്ക് മാറ്റിയിട്ട് അവസാനം നമുക്ക് ആൻസറിലോട്ട് എഴുതിയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും അത് ചെയ്യാൻ. 25 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. സോ 25നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 6 5 30, 3 6 12, 150 കിട്ടി. 150 ഇത്രയേ ഉള്ളോ? അല്ല, നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചേട്ടന്മാരുണ്ടായിരുന്നു. ഒന്ന് 1500. ഈ 1500 എങ്ങനെ കിട്ടി? ഈ 0നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, 0നെ കൊണ്ടുവന്നു. ഇനി ഒരു പോയിന്റ് അല്ലേ, ആ പോയിന്റിനെയും കൂടി കൊണ്ടുവന്നു. അതായത് 150 കിലോമീറ്റർ ആണ് നമ്മളുടെ ആൻസർ. ഇത്രയേ ഉള്ളൂ സാധനം. സിമ്പിളായിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. അതായത് 60 km/h പോകുന്ന ഒരു ട്രെയിൻ 2.5 മണിക്കൂർ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ അത് എത്രയായിരിക്കും? 150 കിലോമീറ്ററിലാണ് ആ ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന പാറ്റേൺ. 150 കിലോമീറ്ററാണ്. ഏത് ചോദ്യം വന്നാലും നമുക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി തെറ്റില്ലല്ലോ. നമുക്ക് പല രീതി ചോദ്യം വരും. ചിലപ്പോൾ ഒരു പിക്മാൻ അവിടെ നിൽക്കുമായിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളുടെ എന്താ പറയുക, ട്രെയിൻ കടന്നു പോകുന്ന ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ്. ഒന്നുമില്ല, ട്രെയിൻ കടന്നു പോകുന്ന പ്ലാറ്റ്ഫോമിലാണ്. പ്ലാറ്റ്ഫോമിൻ്റെ നീളവും ട്രെയിനിൻ്റെ നീളവും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെയിം പാറ്റേണിൽ ഇവിടെ കിട്ടും. പിക്മാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടി പിടിക്കുന്നതല്ല, അയാൾക്ക് നീളം ഉണ്ടോ? ഈ ഒരാൾ ഞാനിവിടെ കാണാൻ ഇത്രയല്ലേ ഉള്ളൂ. അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, നെഗ്ലിജിബിൾ ആയിരിക്കും. ആ പാറ്റേൺ നമുക്ക് കളയാൻ സാധിക്കും. ഇതാണ് എളുപ്പത്തിൽ ചെയ്യുന്ന പാറ്റേൺ എന്ന് പറയുന്നത്. സോ ഡു പ്രാക്ടീസ് സ്പീഡിൽ നിന്ന് ചോദ്യങ്ങൾ ഒരുപാട് നമുക്കുണ്ടായിരിക്കും എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. എല്ലാ സെഷൻസിലും നമുക്ക് 22, 23 നടക്കുന്ന എല്ലാ സെഷൻസിലും സ്പീഡ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം സ്പീഡ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഈ പറയുന്ന സ്പീഡ് എന്ന് പറയുന്നത്. നമുക്ക് റീസണിംഗ് എന്നൊരു ചോദ്യം കൂടി ചെയ്ത് ഇന്നത്തെ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. റീസണിങ്ങിലെ ഏത് ചോദ്യം വേണം? റീസണിങ്ങിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന, നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് കയറേണ്ട ഒരു സാധനമാണ് ആൽഫബറ്റിക് കോഡിംഗ് എന്ന് പറഞ്ഞാൽ. ആൽഫബറ്റിക് കോഡിങ്ങിൽ നിന്ന് ഒരു ചോദ്യമുണ്ട്, പിന്നെയുണ്ടോ എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു. ആൽഫബറ്റിക് കോഡിങ്ങിൽ നിന്ന് സ്ഥിരമായ ചോദ്യം കണ്ടോ, കോഡിംഗ് ഡീകോഡിംഗ്, അതായത് 1 or 2 ചോദ്യങ്ങൾ ആൽഫബറ്റിക് കോഡിങ്ങിൽ നിന്ന് നമുക്ക് ഉണ്ടാവും. സോ ആൽഫബറ്റിക് കോഡിംഗ് ക്വസ്റ്റ്യൻസ് നന്നായി പഠിക്കണം. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആൽഫബറ്റിക് കോഡിങ്സ് എന്താണ്, ഇങ്ങനത്തെ ചോദ്യങ്ങളുടെ പ്രത്യേകത എന്നുള്ള കാര്യം കൂടി നോക്കുക. ഇങ്ങനെയായിരിക്കും അവർ എക്സാമിനേഷന് ചോദ്യം ചോദിക്കുന്നത്. ഇഫ് കാറ്റ് ഈസ് കോഡഡ് as DBU എന്നൊക്കെ പറഞ്ഞ് തരും. cat is coded as DBU എന്നൊക്കെ പറഞ്ഞ് തന്നിട്ട് പറയും how is dog coded. ഒന്നുമില്ല, ഒരു സാധനം കിട്ടിയാൽ അവർ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ സൈഡിലോട്ട് ഇങ്ങനെ എഴുതും. അവരെന്ത് ചെയ്യും? അവർ സൈഡിലോട്ട് എഴുതും. നമ്മൾ സൈഡിലോട്ട് എഴുതുമില്ല, നമ്മൾ സൈഡിലോട്ട് എഴുതിയിട്ടില്ല. നമുക്കറിയാം നമ്മുടെ കണ്ണുകൾ എപ്പോഴും താഴോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. ഓക്കെ, കണ്ണുകൾ എപ്പോഴും താഴോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അതായത് ക്യാറ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ എഴുതുമ്പോൾ ക്യാറ്റ് ഈസ് DBU എന്നല്ല, ഇതാ ഇങ്ങനെയാണ് എഴുതുന്നത്, DBU. ഇത്രയേ ഉള്ളൂ പരിപാടി. കണ്ടോ, ക്യാറ്റ് എന്ന് പറയുമ്പം DBU. അവർ മേളിലോട്ട് സൈഡിലോട്ട് എഴുതിയ സാധനം ഞാൻ താഴോട്ട് എഴുതി. ഓക്കെ, സാധനം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ കോഡം കിട്ടണം. അപ്പം തന്നെ കോഡ് ഇട്ടാണ്. ഞാൻ കോഡ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇജോട്ടി എന്ന് പറഞ്ഞ കോഡ് 5, 10, 15, 20, 25 ഒന്നുമില്ല, എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പഠിപ്പിച്ചു തന്നാണ്. ഇജോട്ടി എന്ന് പറയുന്ന കോഡ് EJOTY യൂണിവേഴ്സലി ഉള്ള ഒരു ഷോർട്ട് കട്ടാണ് റീസണിങ് പഠിക്കാൻ. 5,
ഈ 5 ആണ് എങ്കിൽ എഫ് എത്ര 6 കറി 5 എച്ച് എത്ര നിങ്ങൾ വേഗം പറ എച്ച് എത്ര 8 അല്ലേ എങ്ങനെ ജെ എന്ന് പറഞ്ഞാൽ 10 ആണ് ഇത് 5 വെച്ച് കൂടി പോയ 10 15 20 25 ഇപ്പൊ ജെ എച്ച് ഐ ജെ 8 9 10 ഇങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ലേ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളോട് ചോദിക്കുമായിരിക്കും എസ് ഒക്കെ എത്രയാണെന്ന് പറഞ്ഞാൽ ചില കുട്ടികൾ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ ഒക്കെ എണ്ണി തീരുമ്പോഴത്തേനും എക്സാമോളം അങ്ങ് തീരും 20 മിനിറ്റേ ഉള്ള ആകെ നമുക്ക് എസ് എന്ന് ഒരാൾ പറഞ്ഞാൽ സ്പോട്ട് എനിക്ക് കിട്ടണം 18 കാരണം ഒന്ന് എനിക്കറിയാം ഇജോട്ടിയുടെ ടി എന്ന് പറഞ്ഞാൽ 20 സോ പി ക്യു ആർ എസ് ടി 19 ആയിരിക്കും എസ് എന്നുള്ളത് വേറെ ഷോർട്ട് കട്ട് ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുള്ള വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വി ഫോർ വിക്ടറി എന്ന് കാണിക്കും കണ്ടോ വി ഫോർ വിക്ടറി 22ാമത്തെ ലെറ്ററാണ് വി കണ്ടോ എളുപ്പത്തിൽ കിട്ടത്തില്ലേ പാറ്റേൺ അപ്പോൾ ദാ ഈ സാധനങ്ങളൊക്കെ അങ്ങ് എഴുതുക സി എന്ന് പറഞ്ഞാൽ 3 ആണ് എ വേഗം എന്നെ കൂടപ്പാ എ എന്ന് പറഞ്ഞാൽ 1 ആണ് ടി എത്ര 20 ആണ് ഇരുന്ന് എണ്ണണോ വേണ്ട ഇജോട്ടിയുടെ ടി 20 ആണ് ഡി 4 ആണ് ബി 2 ആണ് യു എത്ര 21 ആണ് പി ക്യു ആർ എസ് ടി യു എന്ന് പറഞ്ഞാൽ 21 ആണ് കണ്ടോ ഓരോന്ന് കൂടി പോവല്ലേ ഇതാ എല്ലാത്തിലും ഓരോന്ന് കൂടി പോവുക നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യണം എനിക്ക് സാധനം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഒന്ന് കൂടുകയാണ് എന്നുള്ളത് പക്ഷെ നിങ്ങൾ വരച്ച് തന്നെ ചെയ്യണം കാരണം റീസണിങ് വളരെ സിമ്പിളാണ് പക്ഷേ നമ്മളുടെ മാർക്ക് കളയാൻ അവർക്ക് വളരെ എളുപ്പമാണ് ഒരിക്കലും മനസ്സിൽ കണക്ക് കൂട്ടരുത് അപ്പം ഇഷ്ടംമാതിരി പേപ്പർ വരും കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ആകുമ്പോൾ പേപ്പറൊക്കെ എവിടെ നിന്ന് കിട്ടുമെന്ന് ചില കുട്ടികൾക്ക് ഡൗട്ടൊക്കെ വരും ഒന്നുമില്ല അവിടെ തരുന്ന ഇൻവിജിലേറ്റേഴ്സ് നിങ്ങൾക്ക് പേപ്പേഴ്സ് തരും നിങ്ങൾ ആ സാധനം അങ്ങ് വാങ്ങിച്ച് എഴുതിയാൽ മതി ഒന്നുമില്ല പെട്ടെന്ന് നമുക്ക് ആ സാധനം കിട്ടി സോ യു ക്യാൻ ഈസിലി ഐഡന്റിഫൈ ദാറ്റ് പാറ്റേൺ നമുക്ക് കണ്ടുപിടിക്കാനുള്ള സാധനം കൂടി എഴുതാം ഡോഗ് ആണല്ലോ ഡോഗ് എന്ന് പറയുന്ന സാധനം ഞാൻ എഴുതാം ഡോഗ് DOG ആണല്ലോ DOG ഡോഗ് നിങ്ങൾ പറ ഡി എത്ര 4 ആണല്ലോ ഓ ഇജോട്ടിയുടെ EJO 15 കിട്ടിയോ ഓക്കെ ഇനി ഇത് പറ ജി പറ ഇജോട്ടി EFG എത്ര 7 ആണല്ലോ സെറ്റ് അപ്പൊ ദാ ഇവിടെ ഒന്നാ കൂടിയെങ്കിൽ 5 16 8 ഇത്രയും സാധനം കൊണ്ട് നമുക്ക് ആൻസർ കിട്ടും എന്നുള്ളത് എല്ലാം ഒന്ന് ഞാൻ കൂട്ടി കാരണം ഇവിടെ ഒന്ന് കൂട്ടി ഇവിടെ ഒന്ന് കൂട്ടും ഇതാണ് പാറ്റേൺ സോ അടുത്ത ഡിയുടെ കൂടെ ഒന്ന് കൂട്ടുമ്പോൾ അതാ ഇ ആണ് ആണല്ലോ 5 ഇജോട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി എല്ലാം പി ആണല്ലോ പി എന്ന് പറയുന്ന പാറ്റേൺ 16 എച്ച് 8 EPH കണ്ടോ ഇത്രയേ ഉള്ളൂ പരിപാടി സി ആൽഫബറ്റിക് കോഡിങ്സ് പഠിച്ചാൽ ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്രയും നിങ്ങൾ വിചാരിക്കും എന്തിനാ ഈ നമ്പറൊക്കെ പഠിക്കുന്നത് ഈ നമ്പർ എന്തിനാ ചെയ്യിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ തന്നെ എക്സാമിന് വരത്തില്ല ബാങ്ക് ഓഫ് ബറോഡയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഈ കാണത്തില്ല ആൽഫബറ്റിക് കോഡിങ്ങിൽ നിന്ന് ചോദ്യം വരും എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ സോ എങ്ങനെ ആൽഫബറ്റിക് കോഡിങ്ങിൽ നിന്ന് ചോദ്യം വന്നാലും 26 ലെറ്റേഴ്സ് അറിയാവുന്ന നമുക്ക് ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ യു കൻ എക്സ്പെക്ട് എങ്ങനെ വേണമെങ്കിലും ആ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അഡ്വാൻറ്റേജ് സോ വാട്ട് യു വാണ്ട് ഡു ഈസ് ഡു സ്റ്റഡി ദിസ് ആൽഫബറ്റിക് കോഡിങ്സ് ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ് സോ E5 J10 O15 T20 Y25 ഇങ്ങനെ കിട്ടിയാൽ ഏത് പാറ്റേണും കിട്ടും നമ്മൾ ഇന്നത്തെ സെഷനിൽ പ്രധാനമായിട്ടും നമ്മൾക്ക് 3 കാര്യങ്ങളുണ്ടായിരുന്നു നമ്മൾ ഇംഗ്ലീഷ് മാത്സ് റീസണിങ് എന്നീ പറയുന്ന പാറ്റേണിൽ നിന്ന് ഞാൻ പറഞ്ഞു 25 ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ നിന്ന് മാത്സിൽ നിന്ന് 25 ചോദ്യങ്ങൾ റീസണിൽ നിന്ന് 25 ചോദ്യങ്ങൾ ഓരോ സെഷനും നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് കിട്ടുന്ന ടൈം 20 മിനിറ്റുകളായിരിക്കും 20 മിനിറ്റിൽ 25 ചോദ്യമാണ് ആൽഫബറ്റിക് കോഡിംഗ് പഠിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾക്ക് 1 മിനിറ്റ് വേണോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ 1 മിനിറ്റിൻ്റെ ആവശ്യമില്ല 10 സെക്കൻഡ് കൊണ്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും സോ നിങ്ങൾ നേരത്തെ സ്പീഡ് നമ്മൾ ചെയ്ത പാറ്റേൺ കണ്ടു അതും നമുക്ക് ആ ടൈം കൊണ്ട് ചെയ്യാൻ പറ്റും ഇംഗ്ലീഷ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കാരണം നമ്മൾ പാസേജിന് വേണ്ടി ടൈം വെച്ചേക്കാണ് അപ്പോൾ പാസേജ് ആദ്യമേ പോകരുത് ഇത് ഡെഡ്ലി ട്രാപ്പാണ് എന്നുള്ള കാര്യം ഓർക്കുക ആ ട്രാപ്പിലേക്ക് ആദ്യമേ കടന്നു വെക്കരുത് അവസാനത്തെ സമയത്തിലേക്ക് അത് വെക്കണം സോ ഡു പ്രാക്ടീസ് ദാറ്റ്സ് ഓൾ താങ്ക് യു ബൈ